ദാസേട്ടനെ അത് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. തീർച്ചയായും ആദ്യത്തെ വീഡിയോസ് മുതൽ ദാസേട്ടനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീഡിയോസിന് ദാസേട്ടന് ഭയങ്കര ചേഞ്ചാണ്. ഭയങ്കര ചേഞ്ച് നമ്മൾ വിചാരിക്കാത്തത്ര ചേഞ്ചാണ്. ദാസേട്ടൻ എങ്ങനെയാ ആ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സീനിയറായ റീൽസോളി എന്ന് പറയാം. ഞാൻ എന്നെ തന്നെ പ്രശംസിക്കാൻ ഒരിക്കലും തോന്നരുത്. ഞാൻ ടിക്ടോക്ക് മുതലേ എനിക്ക് തോന്നുന്നു എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം അറൌണ്ട് ഒരു 3000 ചില്ലാനം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയില് മാത്രം. ഫേസ്ബുക്കിലും വേറെ ചെയ്തിട്ടുണ്ട്. ടിക്ടോക്ക് ഇപ്പൊ കാണുന്നില്ല, അക്കൗണ്ട് നോക്കിയാലും കാണാം. ധാരാളം വീഡിയോ. ഞാൻ പാലാ സജ്ജീകരണൊക്കെ തുടക്കകാലത്ത് വന്നു. അതിനുശേഷം കുറെ പിള്ളേർ സജ്ജീകരണം എനിക്ക് തോന്നുന്നത് ബിസിനസ്സും കാര്യങ്ങളെ നടക്കുകയാണ്. ഞാൻ കോൺടാക്ട് ചെയ്ത് കുറെ ആയി. അന്ന് മുതലേ വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഞാൻ. വീഡിയോസ് ചെയ്യുന്നത് അനദർ മണി ഉണ്ടാക്കാനേ അല്ല. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ഉദ്യോഗസ്ഥനാണ്. എന്റെ ടൈം പാസ് സമയത്ത് ചെയ്യുന്ന സംഗതികൾ മാത്രമാണ്. അത് കുറച്ച് ആൾക്കാർ ഏറ്റെടുത്ത് വൈറലാക്കി, കുറച്ച് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. നമ്മൾ വിചാരിച്ചു വന്ന ഒരാളല്ല. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് റീൽസ് എടുത്തു, അത് പറഞ്ഞ് ഞാൻ റീൽസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്റെ മെയിൻ ലക്ഷ്യം റീൽസ് എടുക്കുക മാത്രമല്ല, സിനിമയാണ്. ഇപ്പൊ 6 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി 1-2 വന്ന് നിൽക്കുന്നുണ്ട്. പറയാറായോ? അല്ല, അത് പറയാനായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും രേണുവും കൂടി സിനിമ ഉണ്ടാവും. ഉണ്ടായിക്കൂടാ ഇല്ല, അത് വന്നുകൂടാ ഇല്ല. വരട്ടെ, ഞങ്ങളങ്ങനെ കേറി പോട്ടെ. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. ദാസേട്ടൻ ബിഗ് ബോസിൽ പോകാൻ പോകുന്നുണ്ട്, രേണു ചേച്ചി ബിഗ് ബോസിൽ പോകാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ എവിടെന്നോ ആളുകൾ ഇങ്ങനെ പറയുമല്ലോ. വിവാദങ്ങള് ഏതെങ്കിലും ആൾക്കാരെ മേലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർ പറയുന്നത് അത് ബിഗ് ബോസിലേക്ക് കയറുകയാണ്. ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ വിളിച്ചാൽ രേണു വിളിച്ചാൽ പോകുന്നുള്ള എനിക്കറിയാം. രേണു വിളിച്ചാൽ പോകുമായിരിക്കും. ഞാൻ വിളിച്ചാൽ എന്തായാലും പോകും. രേണു ചേച്ചിക്ക് അവിടെ എന്താ പറയാ പിടിച്ച് നിൽക്കാൻ പറ്റും. തീർച്ചയായും രേണുവിന്റെ ക്യാരക്ടർ വെച്ചിട്ട് പിടിച്ചു വെക്കാൻ പറ്റും. രേണു പതറൂലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും നിന്നിട്ട് പതറിയിട്ടില്ല. രേണു പതറൂല. രേണുവിന് പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ബിഗ് ബോസ്. അവര് പോവാന്ന് എനിക്കറിയില്ല, മറ്റൊരു മേഖലയാണ് രേണു. എന്തായാലും എനിക്കും പറ്റിയ മേഖല തന്നെയാണ്. എന്താ ഇത്രയും സ്ട്രഗിൾ വന്നിട്ടും നിക്കുന്നില്ലേ? ദാസേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ രേണു ചേച്ചിയുടെ സ്ഥാനത്ത് ദാസേട്ടനായിരുന്നെങ്കിൽ ഇത്രയും പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു? ഉറപ്പായിട്ടും 100%. എനിക്ക് എന്താ രേണു എന്നുള്ള കാര്യം മാറ്റി വെക്കുക. ഇതിനു മുമ്പ് വന്ന നമ്മളെ വഴികളിലൊക്കെ കുറെ നെഗറ്റീവ് കമന്റ് കേട്ട ഒരാളാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായി ചാടിക്കളിക്കുന്ന കുരങ്ങെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട് ധാരാളം. പക്ഷെ അതൊന്നും ഞാൻ മറുപടി ഒരിക്കലും പറയില്ല. എന്നുവെച്ചാൽ മറുപടി പറയാന്ന് പറഞ്ഞാൽ നമ്മള് മറുപടി പറയേണ്ട ആവശ്യം എന്താ ഇത്ര? മനസ്സിലായില്ലേ? അപ്പം എനിക്ക് പിടിച്ചേക്കാൻ കഴിയും. അന്നേരം എങ്ങനെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഓവർകം, ഈ ആ ഒരു വിഷമമൊക്കെ ഓവർകം ചെയ്തിട്ട് വന്നിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു? അതായത് ഞാൻ റീൽസ് അല്ല, അന്ന് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്റെ ഫാമിലി അതുപോലെ നാട്ടുകാരെടുത്ത് വരെ നമുക്ക് ഒരു മോശം കിട്ടും. ഒരു സദസ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മളാ സദസ് നല്ല കുളൂസായി, ഇൻസൈഡൊക്കെ കുളൂസായി കൊണ്ടൊക്കെ ചെയ്യുമ്പം ഇത് മറ്റേ ചെങ്ങായില്ലേ, എത്രയോ കോഴിക്കോട് SM സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത്, മിഠായി തെരുവ് നടക്കുന്ന സമയത്ത് ഇത് ആ ചെങ്ങായില്ലേ. ആ ഒരു കളിയാക്കലുകൾ നമ്മൾ അതിജീവിച്ച് വന്ന ഒരാളാണ്. അത് നമുക്കൊരു പ്രോത്സാഹനമാണ്. ആ കളിയാക്കൽ ഇന്നും കളിയാക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ കളിയാക്കലിന് പകരം ഞാൻ അന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ എത്താൻ കഴിയില്ല. ഒരിക്കലും കഴിയും. ഇവിടെ എത്താൻ കിട്ടില്ല. കോണ്ടാക്ട് ഇല്ല, ആൾക്കാരെ എത്ര കിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രീസിലെ ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ആക്ടേഴ്സ് അല്ല പറയുന്നത്, ബിഹൈൻഡിലുള്ള ആൾക്കാരെ കൂടുതൽ എനിക്ക് പരിചയം. എന്ന് വെച്ചാൽ അവരാണ് സിനിമേന്റെ സൃഷ്ടാക്കൾ, ആക്ടേഴ്സ് അല്ല. ആക്ടേഴ്സ് അഭിനയിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലൊരു കോണ്ടാക്ട് എനിക്ക് വെച്ച് പുലർത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രതീക്ഷ ഉണ്ട്, എന്റെ ഈ ഒരു രൂപത്തിനും ഭാവത്തിനും അനുസരിച്ചുള്ള കഥാപാത്രം നല്ല രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. ഇപ്പം ദാസേട്ടൻ അന്ന് മുതലേ ബോഡി ഭയങ്കരമായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഈ തിരക്കുകളുടെ ഇടയിലൊക്കെ ഇതൊക്കെ പറ്റാറുണ്ടോ? എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യാറുണ്ട്. സമയം കിട്ടുമ്പോ എക്സസൈസ് ചെയ്യാറുണ്ട്. അത് നമ്മള് ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കാറില്ല. ഇപ്പൊ അത്രയും കളിയാക്കിയിരുന്ന സമയത്തുണ്ടല്ലോ ആളുകളൊക്കെ, അത്രയും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്താ പറയാ കമന്റ് ബോക്സ് ഒക്കെ നിറച്ചെഴുതിയിരുന്ന ഒരു സമയത്ത് ദാസേട്ടന്റെ വൈഫൊക്കെ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്? ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ പിന്നെ ചേട്ടാ വേണ്ട വീഡിയോസ്? അല്ല, വൈഫിന് ഒരു ഭർത്താവിനെ കുറ്റം പറയുമ്പോ ഭാര്യക്ക് അങ്ങനെ സഹിക്കാനാവില്ല. നമ്മള് പറയാറുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ അവർക്ക് പൂർണ്ണമായി മനസ്സിലായി ദാസേട്ടൻ കോഴിക്കോട് ആക്ടിങ് ആക്ടറാണ്. അയാൾ ജോലി KSCB ഉദ്യോഗസ്ഥൻ കൂടാതെ ആക്ടിങ് കൂടി ചെയ്യുന്ന ആളാണ്. എന്റെ വൈഫിനെ ഇപ്പൊ പൂർണ്ണമായിട്ട് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഞാൻ സിനിമകളിൽ നേരത്തെ പറഞ്ഞ സിനിമകളിൽ അഭിനയിക്കാനും ഡയറക്ടർ എന്നോട് പറയാണ്, ദാസേട്ടൻ നിങ്ങളെ ഒരു റേപ്പ് സീൻ ഉണ്ട് ദാസേട്ടൻ നിങ്ങൾ ചെയ്യുന്നതാണ്. അയ്യോ സാറേ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. കാരണം യു മേ ഗോ, അടുത്ത ആളുണ്ട് വരാൻ. കഥാപാത്രം ആവാൻ പറഞ്ഞ കഥാപാത്രമാവും. അത് ഏത് സീനാണ് നമ്മൾ ചെയ്യുക.
താല്പര്യമാണ്. ഇപ്പൊ പ്രൊമോഷൻ ഒക്കെ കിട്ടാൻ പോവാണല്ലേ ദാസേട്ടൻ എന്താ പറയാ ഭയങ്കര സന്തോഷത്തിന്റെ ഒരു ഒഫീഷ്യലാണോ പറയുന്നത്? പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞു. പ്രൊമോഷൻ കിട്ടി. അപ്പൊ ചെലവെന്നാണ്? ചെലവൊക്കെ ഉണ്ടാവും. എങ്ങനെ പോകുന്നു? എന്താ പറയാ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അവിടെയൊക്കെ എങ്ങനെയാ അവരൊക്കെ എങ്ങനെയാ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യമൊക്കെ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നോണ്ടിരുന്ന സമയത്ത് ചേട്ടൻ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്, ആ സമയത്തൊക്കെ വർക്കിംഗ് ആണ്. അപ്പോ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായിരുന്നു ആ സമയത്ത്? ഞാനിപ്പം KCB സീനിയർ സൂപ്പർഡായിട്ട് തിരുവമ്പാടി സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ മലയോര മേഖലയാണ്, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖല. അപ്പം നല്ല സപ്പോർട്ടാണ്. എന്താ വെച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ച്, ഒരു KSEB സംബന്ധിച്ച് ഏറ്റവും താഴെ കിടക്കുന്ന KSEBന്റെ ഓഫീസാണ് സെക്ഷൻ ഓഫീസ്. സെക്ഷൻ ഓഫീസിലാണ് പൊതുജനങ്ങളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, കറണ്ട് ബില്ല് അടയ്ക്കുക, അപ്പം അവരെ പരാതികൾ പരിഹരിക്കുക. അപ്പം അതിന്റെ ഒരു ഹെഡ്, ഒരു റവന്യൂവിന്റെ ഹെഡായിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് KSEBന്റെ ഏറ്റവും ചെറിയൊരു സെക്ഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഈ സെക്ഷൻ ഓഫീസ് കൺസ്യൂമേഴ്സ് പരാതി വരുന്ന സമയത്ത്, സാറേ എന്റെ ഈ ബില്ല് ഇങ്ങനെ കൂടി, ഇതിവിടെ നിങ്ങള് റീൽസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ? അപ്പൊ ഞാൻ പറയാം റീൽസ് ചെയ്യുന്ന ആളാണ്. അവിടെ റീൽസ് ചെയ്യുന്ന ആളാണ്, നിങ്ങളെ കറണ്ടിന്റെ ബില്ല് ഞാൻ കുറച്ച് കേട്ടോ, ഞാൻ ഒരിക്കലും പറയാം. അവിടെ എന്ത് ചെയ്യണം? അതെ പറയൂ, റീൽസ് ചെയ്യുന്ന ആളാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, എന്താ വെച്ചാൽ നമുക്കൊരു ഉത്തരവാദിത്തം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോട്. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം നമ്മൾ തീർച്ചയായും നിർവഹിക്കും. കറണ്ടിന്റെ പൈസ അടയ്ക്കാത്ത ആൾക്കാരുടെ ഡിസ്കണക്ഷൻ ഡേറ്റ് 20-ാം തീയതി ആണെങ്കിൽ 20-ാം തീയതി വിളിച്ചാൽ 21-ാം തീയതി ഫീസ് വരും. അത് നമ്മുടെ ജോലിയാണ്. അവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ദാസേട്ടനാണ്, സിനിമ എന്ന് പറഞ്ഞാൽ അതൊന്നും തന്നെ അതിന് യാതൊരു മാറ്റമില്ല. നമുക്ക് ജോലി മുഖ്യം പിക്കിലേ, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളുള്ളൂ. ഇപ്പൊ ദാസേട്ട ആദ്യമൊക്കെ ദാസേട്ടന് അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴും ദാസേട്ടന് അഭിനയിക്കാനുള്ള ഇതുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് കോണ്ടാക്ട്സ് അധികം ഉണ്ട്. ആദ്യമൊന്നും അതില്ലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ടോ, അല്ലെങ്കിൽ ഇന്ന വേഷം തരാം, ഇന്ന എത്ര പൈസ തന്നാൽ നമുക്ക് സെറ്റാക്കാൻ ദാസേട്ടാ, അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. അതായത് തുടക്ക സമയത്ത് ധാരാളം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ സംവിധായകനാണ്, ഇന്ന ആളാണ്, നിർമ്മാതാവാണ്. അല്ല, നിർമ്മാതാവ് വിളിച്ചിട്ടില്ല, നിർമ്മാതാവ് വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സംവിധായകനാണ്, ക്യാമറമാനാണ്, നിങ്ങൾക്ക് നല്ല റോള് പറഞ്ഞിട്ട്. അന്ന് എന്നെ പോലത്തെ അഭിനയമോഹികളൊക്കെ ധാരാളം പെട്ടുപോയിട്ടുണ്ട്, ഞാനും പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ പൈസ തരെ കൊടുക്കേണ്ട അവസ്ഥ വന്നില്ല. പൈസ കൊടുക്കേണ്ട ഘട്ടം വരെ എത്തിയിരുന്നു. 50,000 റുപ്പീസ് നിങ്ങൾ ആ ഘട്ടം വരെ എത്തിയിരുന്നു. പിന്നെ എന്റെ വൈഫ് എന്നെ സഹായിച്ചില്ല പറയാലോ. വൈഫിന് എന്താ വെച്ചാൽ കൂടുതൽ നല്ല ഒരു ചിന്താശേഷി കുറച്ച് കൂടുതൽ കൊടുത്തത് വൈഫ്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആലോചിക്കും. ദാസോട്ടങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. ആ കാലത്തേക്ക് വൈഫ് ധാരാളം എന്നെ സഹായിച്ചിട്ടുണ്ട്, ധാരാളം. അപ്പം അങ്ങനെ വരെ പെട്ടുപോയിട്ടില്ല. പക്ഷെ ഓരോരുത്തരുടെ വർത്തമാനത്തിൽ നമ്മൾ വിശ്വസിച്ച് പോയിട്ടുണ്ട് പല കേസുകളൊക്കെ. പക്ഷെ ഇപ്പം പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്താ സിനിമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ കഥയും കാര്യങ്ങളും എന്താ ബ്രോ കാര്യങ്ങളൊക്കെ പറയട്ടെ, വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറ്.